അപ്പോൾ നമ്മളതിൻ്റെ സെക്കൻഡ് കേസ് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഒരു പ്രയാസമില്ല, ആരും പേടിക്കാൻ വേണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല, നല്ല എളുപ്പമുള്ള സാധനം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, സോ ദിസ് ഈസ് എ ലൈൻ സെപ്പറേറ്റിംഗ് ടു മീഡിയ, one denser and one rarer. Okay, then velocity of light in first medium is v1, second medium is v2. നമ്മൾ നേരത്തെ എടുത്തതുപോലെ അങ്ങ് എടുത്താൽ മതി. Then ഇനി refractive index of this medium is n1, this medium is n2. ഇതിന് 1ഉം ഇതിന് 2ഉം, ഒന്ന് ഡെൻസറും റയറും മാത്രം കൊണ്ട് തിരിച്ചാൽ മതി. Then see, consider a plane wave front AB, okay, falling obliquely on the line separating the two media. Okay, it is propagated along A dash A and B dash B respectively. Okay, then suppose in tau time B reaches the point C. So the distance BC, what will be the distance BC then? V1 tau. Okay, so in tau time B will reach C. Okay, the distance BC is V1 tau. Okay, then at the point A you draw a normal. So this is a normal. Okay, incident ray normal, angle of incidence. This is 90 minus I. So surely this will this will be what? I. No problem. Then what is the next one? Light is falling like this, denser medium to rarer medium. So what will happen to the light? If it is not bending, it will move straight. So if it is bending towards the normal, it has to come like this, but it is bending away from the normal, so it has to move like this. Okay, this way light will move. സംശയമൊന്നുമില്ല. Then അടുത്ത ശ്രദ്ധിക്കണം, ഇവിടെ see, in tau time B will reach C. Okay, then in tau time A will reach D. ആണല്ലോ, in tau time A will reach D. So I want AD. AD കണ്ടുപിടിക്കണം. AD എന്ന് പറഞ്ഞാൽ എന്താണ്? What is AD? AD equal to V2 tau. AD എന്ന് പറഞ്ഞാൽ എന്താണ്? V2 tau ആണ്. നിങ്ങൾ പറയൂ, ഇവിടെ V1 കുറവും V2 കൂടുതലും അല്ലേ? അല്ലേ? കണ്ടാൽ അറിയാം, ഇത് റയറർ ആണ്, അപ്പോൾ V2 കൂടുതലാണ്. ഇനി ഡെൻസർ ആണ്, അപ്പോൾ വെലോസിറ്റി കൂടുതലാണ്, സോറി കുറവാണ്. അപ്പോൾ ഡെൻസർ മീഡിയം ആകുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും, റയറർ മീഡിയം ആകുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും V2 tau ഗ്രേറ്റർ ദാൻ V1 tau ആണ്. ആരെക്കാളും കൂടുതലാ? V2 tau ആരെക്കാളും കൂടുതലാ? V1 tau ആരെക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കോമ്പസിൽ എടുക്കേണ്ട ദൂരം ഏതാ? V1 tau. ഇതിനേക്കാളും V2 tau, അത് ഇതിനേക്കാളും കൂടിയ ദൂരം എടുക്കണം. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എടുക്കണം. ഞാൻ എടുത്തു. ഓക്കെ, ഇത്രയുണ്ട്. എന്നിട്ട് കോമ്പസിൻ്റെ മോനെ ഇവിടെ വെച്ചിട്ട് വരച്ചു. ഓക്കെ, ഈ ദൂരം എന്താണ്? V2 tau ആണ്. ഇതിനേക്കാളും കൂടുതലുണ്ട്. ഇനി ഈ പോയിന്റിന്റെ പേരെന്താണ്? D എന്നാണ്. ഇനി ഈ സിന്ന് ഡി കണക്കാക്കി ഞാൻ ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, സി ഡി ഈസ് എ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. സി ഡി എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. നേരത്തെ ഉള്ള അതേ മെത്തേഡ് അല്ലേ? ഇനി ഇവിടുത്തെ ആംഗിൾ എത്ര? 90. വൈ? റേഡിയസ് ടാൻജന്റ്. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് 90. ദെൻ ദിസ് ഈസ് വേവ് ഫ്രണ്ട്, ദിസ് ഈസ് ലൈറ്റ് റേ. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു 90. സോ ദിസ് ഈസ് നോർമൽ, ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ആർ. Then this is normal. Okay, this is plane, so the total angle 90. So this is R, so this will be 90 minus R. So this is 90, so this should be R. Then ബാക്കി എല്ലാം പഴയതുപോലെ. പെട്ടെന്ന് പറയും, from the triangle ABC, from triangle ABC സ്റ്റെപ്പ് എല്ലാം പഴയത് തന്നെ. പറ, sin I. What is sin I? What is sin I? BC by AC or V1 tau by AC. Then അടുത്ത ട്രയാങ്കിളിൻ്റെ പേര് പറ, താഴെയുള്ളത് ADC. ട്രയാങ്കിൾ ADC. ട്രയാങ്കിൾ ADCയിൽ പറ, ഈ ആംഗിൾ R ആണ്. അപ്പോൾ സൈൻ R എന്താണ്? സൈൻ R എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് V2 tau ബൈ ഹൈപ്പോട്ടന്യൂസ് AC എന്നാണ്. ഇനി എന്താണ്? സൈൻ I ബൈ സൈൻ R. പെട്ടെന്ന് പറയും, സൈൻ I ബൈ സൈൻ R. പഴയ സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പെട്ടെന്ന് പറ, സൈൻ I ബൈ സൈൻ R. യു വിൽ ഗെറ്റ് ആസ് V1 ബൈ V2. അത്ഭുതമൊന്നും അല്ല. ഇനി അടുത്തെന്താണ്? refractive index is equal to velocity of light in vacuum by velocity in medium. So using that, what is refractive index of medium 1? Velocity of light in vacuum by velocity of light in medium 1. Then refractive index of second medium is equal to velocity of light in vacuum by velocity in medium 2. Then second by first. So n2 by n1 is equal to, say, you will get V1 by V2. പ്രത്യേകിച്ച് പറയണ്ട. Then n2 by n1 ന് പകരം എന്തെന്ന് എഴുതാം? n21. So n21 is equal to what?
V1 by V2, V1 by V2. Okay, so I'm getting two equations boxed. Okay, then R is the same, so LHS will be equated. So sin I by sin R is equal to what? N to 1. This is what? Snell's law. ഇതെന്തോന്നാണ് സാധനം? സ്നെൽസ് ലോ ആണ്. ഓക്കെ, നമ്മൾ പഴയ സ്റ്റെപ്പിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ വരുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ പഴയ പരിപാടി. സോ വേവ് ലെങ്ത് ഇൻ ഫസ്റ്റ് മീഡിയം λ1, വേവ് ലെങ്ത് ഇൻ സെക്കൻഡ് മീഡിയം λ2. λ1, what is λ1? λ1 is V1 tau, λ2 is V2 tau. You divide. So what is the next one? λ1 by λ2 is equal to V1 by V2 you will get. Interchange. See what will you get? V2 by λ2 is equal to V1 by λ1, or V by lambda is a constant. Am I right? So what is V by lambda? Frequency. So frequency is a constant. So frequency is a constant. So when light enters from a denser medium to a rarer medium, then also frequency will not change. Frequency will be a constant. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ലൈറ്റ് റയറിൽ നിന്ന് ഡെൻസറിലോട്ട് കയറിയാലും ശരി, ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കയറിയാലും ശരി, ദർ ഈസ് നോ ചേഞ്ച് ഫോർ ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ഇത് കൂടുതൽ പറഞ്ഞ് കൊളാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞോളൂ അല്ലേ? അപ്പോൾ പെട്ടെന്ന് പറയണം. അപ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാമായിരുന്നു. എറൈസിങ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിത് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് എഴുതിയാൽ മതി. ആ ഫസ്റ്റ് കേസ് എഴുതിയാൽ മതി. ഇനി അവർ സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാണ് റയറർ ടു ഡെൻസർ തന്നെ എഴുതണമെന്ന് പറഞ്ഞാൽ അത് എഴുതാവും, ഡെൻസർ ടു റയററെ വരയ്ക്കാവും എന്ന് പറഞ്ഞാൽ അത് മാത്രം എഴുതുക. രണ്ടും കൂടെ എഴുതി വയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ വൺസ് അഗൈൻ see this is a line separating two media, one denser and one rarer. Okay, the velocity of light in first medium is V1, second medium is V2. Refractive indices are N1 and N2 respectively. No problem. A plane wavefront AB falls obliquely on the line separating the two media. It is propagated along, say, A dash A and B dash B respectively. In tau time, suppose B reaches the point C. Okay, then what is the next one? See, the distance BC will be equal to velocity into time, V1 tau. Then see, that is in tau time the point B will reach point C. Okay, then at the point A you draw a normal. So this is a normal, this is incident ray, this is normal. Angle between these two, angle of incidence, this will be 90 minus I. Then what will be this? This is I. Then what will happen to the light here? This is a point of incidence. So what will happen to the light? So it will bend away from the normal. Am I right? So this way light will move. Am I right? Then what is the next one? In tau time, light will point B will reach point C. The distance is V1 tau. In tau time, point A will reach point D. The distance will be V2 tau. So you draw a sphere with its center as A. Okay, so that V2 tau will be greater than V1 tau. Why? Because this is a denser medium. The velocity V1 is less. So this is rarer medium. So V2 will be more. So V2 tau will be greater than V1 tau. So this is V2 tau. You take a length greater than that. So with A as center, you draw a sphere. Okay, so this is a sphere. Okay, then see, I am not completing the sphere, just one part. Okay, then marking this point as D, then you draw a see, there is change for it. Okay, okay, now listen, see, I am drawing it here. So this is point D. Then you draw a tangent. Okay, so you draw a tangent from this point. Okay, this will be the say CD will be the refractive wavefront. No problem. CD is the refractive wavefront. നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് വരയ്ക്കുക. Then അടുത്തെന്താണ്? This is angle of refraction. This is 90. This is 90 minus R. That will be R. No doubt. Then ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഴുതാൻ അറിയാം. പെട്ടെന്ന് പറ. What is sin I? Sin I is equal to opposite side V1 tau divided by hypotenuse AC. Then what is sin R? Sin R is equal to, say, opposite side V2 tau
divided by hypotenuse AC. Then what is sin I by sin R? Sin I by sin R equal to what? V1 by V2. Okay. Then what is the next one? Refractive index of first medium is equal to velocity of light in vacuum by velocity in medium 1. Refractive index of medium 2 is equal to velocity of light in vacuum by velocity in medium 2. Second by first. Say N2 by N1 is equal to V1 by V2. Then N2 by N1 is what? N21. So N21 is equal to V1 by V2. So I am getting the second equation. You consider the RHS same. So LHS will be equal. So sin I by sin R is equal to refractive index of second medium with respect to first. This is Snell's law. Then what is the next one? So according to Huygens concept, light is a wave. So wavelength in the first medium taken as lambda 1. So what is lambda 1 here? V1 tau, and so wavelength in the second medium is lambda 2. So lambda 2 is V2 tau. Am I right? Then you divide the equation. See, lambda 1 by lambda 2 will be what? V1 by V2. Then you interchange. So V2 by lambda 2 is equal to V1 by lambda 1, or V by lambda is a constant. So V by lambda is a constant. V by lambda means frequency. So frequency is a constant. So when light enters from a denser medium to a rarer medium, frequency remains constant. There is no change for frequency. See, whatever be the case, rarer to denser or denser to rarer, it is not a matter. When light enters from one medium to another having difference in optical density, see, nothing happens to frequency. Frequency remains constant. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് ഫിനിഷ് ചെയ്തോട്ടെ. ലൈറ്റ് ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലോട്ട് കയറുമ്പോഴത്തേക്ക് ഫ്രീക്വൻസിക്ക് മാറ്റം വരാത്ത എന്ത് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ, അതെന്ത് എന്ന് ചോദിച്ചാൽ നോക്കൂ, നമ്മുടെ രണ്ടാമത്തെ മീഡിയത്തിലോട്ട് ലൈറ്റ് കയറില്ലേ? സി ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് ദെയർ വൈബ്രേറ്റ് വിത്ത് സെയിം ഫ്രീക്വൻസി ആസ് ദാറ്റ് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, ഇൻസിഡൻറ്റ് ലൈറ്റ് അതിൻ്റെ അതേ ഫ്രീക്വൻസിയിലായിരിക്കും സെക്കൻഡ് മീഡിയത്തിൽ ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഫ്രീക്വൻസി കാണും ഏത് ലൈറ്റിനും, സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിനും. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിനും റിഫ്രാക്റ്റഡ് ലൈറ്റിനും ഒരേ ഫ്രീക്വൻസി വരുന്നതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇൻസിഡൻറ്റ് ലൈറ്റ് ഇല്ലേ, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇനി രണ്ടാമത്തെ മീഡിയം ഇല്ലേ, രണ്ടാമത്തെ മീഡിയത്തിലെ ആറ്റങ്ങളിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെയും റിഫ്രാക്റ്റഡ് ലൈറ്റിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്. അതാണ് ഫ്രീക്വൻസി സെയിം ആവുന്നതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമ്മൾ പറയേണ്ടത്. സോ വൈ ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റൻ്റ് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ്? ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് in the second medium vibrate with the same frequency as that of incident light. So incident light and refracted light will have same frequency. Once again, electrons of atoms in second medium vibrate with same frequency as that of incident light. So incident light and refracted light will have same frequency. Okay, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം. ഇത് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ?